പ്രിയ കൂട്ടുകാർക്ക് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 5ാമത്തെ യൂണിറ്റിൻ്റെ രാജ ഔർ വിദ്രോഹി എന്ന നാടകത്തിൻ്റെ ആദ്യ പാർട്ട് നമ്മൾ മനസ്സിലാക്കി. ആദ്യ പാർട്ടിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് നാടകത്തിൻ്റെ ആദ്യത്തെ ദൃശ്യം എന്തിനെക്കുറിച്ചാണ്? രാജ ബനാനെ കി ബാത്ത് പർ ബച്ചോം കെ ബീച്ച്, രാജാവായാൻ കുട്ടികൾ തമ്മിലുള്ള ഏക്ക് മാമൂലി ചകടാക്ക വർണ്ണൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. നമ്മൾ ഈ ആദ്യ ദൃശ്യത്തിലൂടെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് പഹല ദൃശ്യമാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പരിചയപ്പെട്ടായിരുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒന്നാമത്തെ ദൃശ്യം പഹല ദൃശ്യമേയും കിത്തനെ കഥാപാത്രിഹേ, എത്ര കഥാപാത്രങ്ങളുണ്ട് നമ്മൾ ടെസ്റ്റിലോട്ട് ശ്രദ്ധിക്കാം. നമുക്ക് രാജനുണ്ട്, ഹേമുണ്ട്, മതി. കിത്തനെ കഥാപാത്രിഹേ, 3 കഥാപാത്രങ്ങളാണുള്ളത് അവിടെ. അവർ എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നമുക്കിനി പരിചയപ്പെടാം. രാജൻ പറയാണ്, മൈം തും ലോകോം കാ രാജാഹു, നിങ്ങളുടെ രാജാവാണ് ഞാൻ എന്ന് രാജൻ. പഹേം തും രാജ മകർ ക്യോം, നീ രാജാവോ, എന്തുകൊണ്ട്? രാജൻ ക്യോംകി മൈം തും സബ്സെ ബഡാ ഹും, ഇൻമേം സബ്സെ ബഡാ കോൻ ഹേ. ആരാണെന്നാ പറയുന്നത്? രാജനാണ്. അപ്പം ഇൻമേം സബ്സെ ബഡാ കോൻ ഹേ, രാജൻ ഹേ. അപ്പം ഹേമു പറയാണ്, മഹർ സിർഫ് ഇസി ബാത്ത് സെ സാബിത നഹീ ഹോത്ത, ഈ കാര്യങ്ങൾ കൊണ്ടൊന്നും തെളിയിക്കാൻ കഴിയില്ല കി തും സബ്സെ ബലവാൻ ഹോ, നീ വളരെ ബലവാനാണെന്നുള്ള കാര്യത്തിന് ഈ തെളിവൊന്നും പോരാ. രാജൻ ക്യാ മേരി താക്കത്ത് സബ്സെ സ്യാദ നഹീം, എൻ്റെ താക്കത്ത് എന്ന് വെച്ചാൽ ശക്തി സബ്സെ സ്യാദ നഹീം, ഏറ്റവും കൂടുതലല്ലേ? ചലോ, എന്നാൽ നമുക്ക് ചെയ്യാം, ലഡിലേം നമുക്ക് പൊരുതി ഒന്ന് നോക്കാം. ഇപ്പോൾ സബ്സെ ബലവാൻ രാജ ബനേക, ഏറ്റവും ബലവാനായ രാജാവായി തീരും. ഈസ് വിചാർസേ ആം കഹാം തക്ക് സഹമത്ത് ഹേ, ഈ ചിന്തയോട് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നുണ്ട്, ശരിയാണോ? രാജൻ പറഞ്ഞത് സേ ഹം സഹമത്തിനഹിം, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, യോജിക്കുന്നില്ല. ബലവാൻ ബനേക, ബലവാനായി തീരണം, അല്ലയോ? ബലവാൻ രാജ ബനേക, ബലവാൻ രാജാവാകണം. ഈസ് വിചാർസേ മൈ സഹമത്തിനഹിം, ഈ ചിന്തയോട് നമ്മൾ യോജിക്കുന്നതേയില്ല. ക്യോം, എന്തുകൊണ്ടാണ്? രാജ ബനാനേക്ക് യോഗ്യത എന്ന് പറയുന്നത് ശാരീരികമായ ബലങ്ങളോ ഒന്നുമല്ല. രാജ ബനാനേക്ക് യോഗ്യത ശാരീരിക ബൽ നഹിം, ഫിർ ക്യാ ഹേ? രാജ സദാ പ്രജാ കി ഹിതമേ കാം കർണേ വാലാ ഹോഗ, രാജാവ് എപ്പോഴും എന്തായിരിക്കണം? പ്രജകളുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കണം. ഉനേം കൈ ഉത്തരദായിത്വ ഹേ, അവന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഉസേ വിവേകു ഭി ഹോനാ ചാഹിയ, രാജാവിന് എന്തുണ്ടായിരിക്കണം? വിവേകം ഉണ്ടായിരിക്കണം. അപ്പോൾ രാജൻ പറഞ്ഞ ഈ അഭിപ്രായത്തോട് നമുക്ക് യോജിക്കാൻ പറ്റുമോ? ബലവാൻ രാജാ ബനേക ഈസ് അഭിപ്രായസെ ഈസ് രായുസെ, ഈ രായനോട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, യോജിക്കുന്നില്ല. അപ്പം ഹേമു പറയാണ്, ടീക്ക് ഹേ, ശരി. രാജൻ മൈൻ തുമാരാ ജബഡാ തോടു ദൂങ്ക എന്ന് വെച്ചാൽ താടിയെല്ല് കൊഴിക്കും, താടിയെല്ല് തല്ലി പൊട്ടിക്കും എന്നൊക്കെയാണ്. നിന്നെ ഞാൻ എന്ത് ചെയ്യും? താടിക്ക് തട്ടും. ബഹേം തുമാരി നാക്ക് കാ ഫുർദ ബനാ ദൂങ്ക, അങ്ങനെയാണെങ്കിലേ തുമാരി പിരിച്ചു പറയാൻ അറിയാമല്ലോ, തും പ്ലസ് കീ ആണ്. തുമാര എന്ന് പറയുമ്പോൾ തും പ്ലസ് കായാണ്. നാക്ക് കാ ഫുർദ ബനാ ദൂങ്ക, നാക്ക് കാ ഫുർദ ബനാനെന്ന് വെച്ചാൽ മാർക്കർ എന്നാണ്. തല്ലി നിന്നെ ഞാൻ തല്ലും എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ രാജൻ പറയാണ്, തുമാരി ബത്തീസി തോട് ദൂങ്ക, നിന്റെ 32 പല്ലും ഞാൻ കൊഴിക്കും. ഈ സമയത്താണ് ആര് പ്രവേശിക്കുന്നത്? മതി പ്രവേശിക്കുന്നത്. മതി, അരേ യഹ് ക്യാ തും ലോഗ് ഈസ് തരക് ചകടാ ക്യോം കർ രഹേ ഹോ, നിങ്ങളെന്തിനാണ് ഇങ്ങനെ കിടന്ന് വഴക്കടിക്കുന്നത്? ബഹേം രാജൻ കഹ്താ ഹേ കി വഹ് രാജാ ബനേക, രാജൻ പറയുന്നത് അവൻ രാജാവാകും. വഹ് ഖുദ് ഹോ സബ്സെ ബലവാൻ മാൻതാ ഹേ, അവൻ സ്വയമേ എന്തായിട്ടാണ് സബ്സെ ബലവാൻ, ഏറ്റവും ബലവാനാണെന്ന് അവൻ കരുതുന്നു. മഗർ മൈ ഐസാ നഹീം സമച്ച, ഞാൻ പക്ഷേ അങ്ങനെ കരുതുന്നില്ല, അല്ലയോ? അപ്പോൾ ബച്ചോം കെ ബീച്ച് കിസ് ബാത്ത് പർ ചകടാ ചൽ രഹാ ഹേ, ബച്ചോം കെ ബീച്ച് കിസ് ബാത്ത് പർ, ഏത് കാര്യത്തിലാണ് ചകടാ ചൽ രഹാ ഹേ,
ഏത് കാര്യത്തിലാണ്? നമ്മുടെ രാജാ ബനാനേക്ക് ബാത്തുപ്പർ, രാജാവായിത്തീരുന്ന കാര്യത്തെക്കുറിച്ചാണ് അവർ വഴക്കടിക്കുന്നത്. അപ്പം മതി. ഏക്ക് സിർഫ് കേൽ ഹേ, ഡേയ് ഇതൊരു കളിയാണ്. രാജൻ കെ രാജ ബനാനേക്ക് ബനാനെ മേം ഹർസിക്കാ ഹേ, എന്ത് ആപത്താണ്? രാജൻ രാജാവായതുകൊണ്ട് എന്ത് കുഴപ്പമുണ്ടാകാന്? ബാദുമേൻ തുമാരി ഭി രാജ ബനാനേക്ക് ഭാര്യയായേക്ക്, ബാദുമേൻ ശേഷം തുമാരി ഭി നിനക്കും എന്ത് ചെയ്ത് രാജാ ബനാനേക്ക് ഭാര്യ ആയേക്ക്, എന്തായിത്തീരാൻ? രാജാവായിത്തീരാനുള്ള തവണ വരും, നിന്റെ ഊഴം വരും. ജയ് ജയ മഹാരാജ രാജേന്ദ്രക്ക് ജയ് ജയ്. അബ് ബദായേ ആ മന്ത്രി കിസ്സേ ബനേ രഹേ ഹേ, നീ മന്ത്രിയാകുന്നത് ആരാണ്? അപ്പോൾ അവിടെ ചോദ്യമുണ്ട്. വഹ് സിർഫ് കേൽ ഹേ രാജൻ കെ രാജ ബനാനേക്ക ഹർസ് ക്യാ ഹേ, ബാദുമേൻ തുമാരി ഭി രാജ ബനാനേക്ക് ഭാര്യ ആയേകെ, നിന്റെ ഊഴവും വരും. ഇസ് കഥൻ സെ ബച്ചോം കാ കേൽ കി കോൺസി വിശേഷത, എന്ത് വിശേഷതയാണ് അവിടെ പ്രകടമാകുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഖേൽ എന്ന് പറയുന്നത്? എന്താണ്? മനോരഞ്ജനും മാനസിക വികാസവുമാണ് എന്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? ഖേൽ എന്ന് പറയുന്നത്. ഖേൽ ബച്ചോം കോ മനോരഞ്ജനെ ഓർ മാനസിക വികാസ് ദത്താ ഹേ, വഹ് സ്വയം ഹി, അത് സ്വയം എന്ത് ചെയ്തിരിക്കുന്നു? അവന് സ്വയം സമസ്യാവും കാ സമാധാൻ, കൊയ് സമസ്യ ആയെന്തോ സമസ്യകൾ വരികയാണെങ്കിൽ സമസ്യാവും കാ സമാധാൻ പാനേക്ക് ക്ഷമത, അവന് തന്നെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് അവനുണ്ടാകും. അതാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ രാജൻ പറയാണ് ജിതേനു കോമയും അപ്പന മന്ത്രിയും ബനാവൂങ്ക. അപ്പം കിസേ അല്ലെ കോൻ, ആരാണ് മന്ത്രി ബനായ ഗയ, ആരാണ് മന്ത്രിയായത്? ജിതേൻ. അപ്പം മതി. അവർ സേനാപതി. ഇപ്പോൾ രാജൻ തും ബനേകോ, നിങ്ങായിക്കോ, മതി. അവർ ന്യായാധീശ് കോൻ ബനേക, ന്യായാധീശ് ജഡ്ജി ആരായിരിക്കും? ഇപ്പോൾ രാജൻ इसके लिए अपना उपेन है, അപ്പോൾ കോൺ ന്യായാധീശ് ബനായ ഗയ? ഉപേൻ, മതി. അവർ ബാക്കി ബച്ചേ ലഡ്കെ, ബാക്കി ശേഷിച്ച കുട്ടികൾ? രാജൻ മൈൻ സഭി സൈനിക ബനയെങ്കിൽ വേ സഭി, അവരെല്ലാവരും എന്തായിക്കൊള്ളട്ടെ? സൈനികരാകട്ടെ, മതി. ടീക്ക് ഹേ ഖേൽ ശുരു ഹോ, കളി ആരംഭിക്കട്ടെ. സൈനിക ലോക്, സൈനികരായിട്ടുള്ള ആളുകളെ, തും സബ് ഖദാർമേം, നിരകളായിട്ട് കടേ ഹോ ജാവോ, നിൽക്കുവിൻ. മഹാരാജ് കോ സലാം കരോ, സലാം ചെയ്യുവിൻ. കഹോ മഹാരാജ് രാജേന്ദ്രക്ക് ജയ് ഹോ, രാജാവ് ജയിക്കട്ടെ. അപ്പോൾ ഇതാണ് ആദ്യത്തെ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ആദ്യത്തെ ദൃശ്യം എന്ന് പറയുന്നത് ആദ്യത്തെ ഭാഗമാണ്. അത് അവർ കുട്ടികൾ തമ്മിലുള്ള വഴക്കിനെക്കുറിച്ച് മാത്രം പറയുന്ന ഭാഗമാണ്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മുൻ വീഡിയോയും നോക്കി അതിലും പറഞ്ഞ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ അതിലും പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുകയും വേണം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലെത്തുന്നവരെ നമസ്കാരം.